ഹലോ ഗൈസ്, അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒലിവിയ ഡിസൈൻസ് എന്ന ആ ഓൺലൈൻ ഷോപ്പിൽ നിന്നും എനിക്കുണ്ടായൊരു അനുഭവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് വെച്ചാൽ അവർ ഇടയ്ക്കൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും, ഒലിവിയയിലെ വർക്കുകൾ ചെയ്യാം എന്നും പറഞ്ഞ് 25,000 രൂപ വരെ ശമ്പളം ഉണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ശനിയാഴ്ച ആ ഇട്ടേൻ്റെ ശനിയാഴ്ച എന്നാ ഇട്ടേന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ശനിയാഴ്ച 2 മണിക്ക് മുന്നേ തന്നെ അവരുടെ ഷോപ്പിൽ ചെല്ലണം. അതായത് ഭീമ ജ്വല്ലറിക്ക് നേരെ ഓപ്പോസിറ്റ് കിടന്ന ഷോപ്പ്, അവിടെ ചെന്നാൽ മതി. അവിടെ ചെല്ലുമ്പം എന്തുവാ ജോലി കാര്യങ്ങളെന്നുള്ളത് അവർ പറയും അങ്ങനെ എന്തുവാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന്, എൻ്റെ വീട് എന്ന് പറയുന്നത് കൊല്ലത്തുനിന്ന് പത്തനംതിട്ട അടൂർ പോയപ്പം ഞങ്ങൾ ചെന്നതെന്ന് വെച്ചാൽ ഭീമ ജ്വല്ലറിക്ക് നേരെ ഓപ്പോസിറ്റ് ഒലിവിയയുടെ ചെറിയൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലാണ് ഞങ്ങൾ ചെന്നത്. അവിടെ ചെന്നപ്പം അവിടുത്തെ സ്റ്റാഫ് കുറച്ച് പെൺപിള്ളേരുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് ഒരു ലൊക്കേഷൻ എൻ്റെ ഫോണിൽ തന്നെ അത് എടുത്ത് തന്ന്, എന്നിട്ട് പറഞ്ഞ് ഇവിടെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അവിടെ ഞങ്ങൾ ഷോപ്പിൽ ചെന്നപ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ ഇതിന് വേണ്ടി വന്നിരുന്നു. അവരെയൊക്കെ ഇവർ ഇതേപോലെ ലൊക്കേഷൻ കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അവരെ വീടായിരുന്നു, അതായത് ഈ അച്ചു മാഡത്തിൻ്റെയൊക്കെ വീട്. ഞങ്ങളങ്ങനെ അവിടെ ചെന്നപ്പം എൻ്റെ പൊന്നോ, നിന്ന് തിരിയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ജനത്തിരക്കായിരുന്നു ആ ഉണ്ടായിരുന്നത്. അതായത് ഇവർ ഈ ഒരു പോസ്റ്റ് കണ്ടുകൊണ്ട് എവിടുന്നൊക്കെയാണ് അന്നേന്നുള്ളത് എനിക്ക് തന്നെ അറിയാമോ. ഏതാണ്ട് കോട്ടയത്തുനിന്നും മലപ്പുറത്തുനിന്നും വരെ ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് അവിടെ വന്നായിരുന്നു, ജോലി കിട്ടും എന്ന പ്രതീക്ഷയിൽ. ഞാനും അതുപോലെ എന്തെങ്കിലും ജോലി ആവുമല്ലോ, വീട്ടിലിപ്പോൾ കുഞ്ഞിനെ കൊണ്ടിരിക്കുകയല്ലേ, ഇത്രയൊക്കെ അവർ ചെയ്യുന്ന എല്ലാവർക്കും നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവർക്ക് കൊടുക്കുന്നു. അപ്പം ഇതും അതുപോലെ എന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ, നല്ല പ്രതീക്ഷയിലാണ് ഞാൻ ചെന്നത് ജോലിക്ക്. നമ്മളിവിടെ ചെന്നപ്പം ഓരോ ബാച്ച് അനുസരിച്ച് അവർ ഫുള്ളായിട്ട് ഇരുത്തി അവർ ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ബാച്ച് 1-2 ബാച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നു. അപ്പോൾ ഇറങ്ങിയവരൊക്കെ പറയുന്നൊരു ഗുണവുമില്ല, ചുമ്മാതെ വന്ന് വെറുതെ വണ്ടിക്കൂലി പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവരെ ഇറങ്ങിയവർ പറഞ്ഞ്. എന്നാലും ഉള്ളിൽ ചെറിയ എവിടേക്കോ ഒരു പ്രതീക്ഷയായിട്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത്, എന്തായാലും ഇവിടം വരെ വന്നേ ഇല്ലേ എന്ന് കയറിയിട്ട് പോകാമെന്ന്. അതും ഇപ്പോൾ ഒരു വെയിലത്ത് നട്ടുച്ചയ്ക്ക് അത്രയും പേരെ ഒത്തിരി ആൾക്കാർ, നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കൂടുതൽ ആൾക്കാരാണ് അവിടെ വന്നത്. വെയിലും കൊണ്ട് എങ്ങനെയൊക്കെയോ തെള്ളിപ്പിടിച്ച് അവർ പറയുന്ന മുകളിൽ, അവരെ വീടിന് മുകളിൽ ഒരു ഹാള് പോലെ സ്ഥലത്ത് വെച്ചായിരുന്നു അവർ ഈ ജോലിയെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ 5,000 രൂപയ്ക്ക് നമ്മൾ അവിടുന്ന് അവരെ സാധനം എടുക്കണം, അവർ ടോപ്പ് എടുക്കണം. അതിലവർ 599 രൂപയുടെ ടോപ്പ് അവർ നമുക്കെടുക്കുമ്പം, അതായത് ബിസിനസ് ചെയ്യാം എന്നും പറഞ്ഞ് നമ്മൾ ചെന്ന ആരെങ്കിലും അവരെടുക്കുമ്പം അവർക്കത് 100 രൂപ കുറച്ച് 499 രൂപയ്ക്ക് തരും എന്നാണ് അവർ പറഞ്ഞത്. അത് 499 രൂപയ്ക്ക് നമ്മൾ മേടിച്ചിട്ട് നമുക്ക് 599 രൂപയ്ക്ക് അല്ലെങ്കിൽ 699 രൂപയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് നമുക്കത് വിൽക്കാം എന്നാണ് അവർ പറഞ്ഞത്. ഒരു പട്ടിയാണ് നമുക്ക് വരയ്ക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാനൊരു ജോലി പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത്. ഞാൻ വിചാരിച്ച് അവിടെ ചെന്നിരിക്കുമ്പം അവിടെ ഇരുന്ന് പെൺപിള്ളേർ പറയുന്ന നമുക്ക് ഓർഡർ പിടിച്ച് കൊടുത്ത് ജോലി ഉണ്ടല്ലോ, അതായിരിക്കും നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്കത് ചെയ്യാം. അത് ഇവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇവരത് ഓർഡറൊക്കെ അയച്ചോളും എന്നുള്ള രീതിയിലായിരിക്കും ജോലി എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടുന്ന് പോയത്. സത്യം പറയല്ല, ഞാൻ അങ്ങനെയാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം എന്നറിഞ്ഞത്. നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അവർ സഹായിക്കുന്നു. അതിന് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5,000 രൂപയാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ അത് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്കെന്തോ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി. ഞാൻ എന്തായാലും ആ പ്രതീക്ഷകളെല്ലാം കളഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് യാത്രയായി. അവർ പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാൻ പറഞ്ഞാൽ അവിടെ നിന്ന് ആ അച്ചു മാഡത്തിൻ്റെ ഭർത്താവിൻ്റെ നമ്പർ തന്നായിരുന്നു. എന്നിട്ട് ഒരു കോഡും പറഞ്ഞു തന്ന്, ഇന്ന കണക്ക് നിങ്ങളിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതിന് അറിയാൻ വേണ്ടി നിങ്ങൾ മെസ്സേജ് അയക്കുമ്പം ഫസ്റ്റ് ഇന്ന കണക്ക് ഒരു കോഡ് പറഞ്ഞു തന്നിട്ട് അത് അയച്ചിട്ട് വേണം പറയാൻ, എന്നാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളിവിടെ ഇൻ്റർവ്യൂവിന് വന്നതാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ അതും കേട്ട് ഇത്ര ഉള്ളായിരുന്നു അവിടുത്തെ ഇൻ്റർവ്യൂ. അതായത് അവരുടെ ആ സംഭവം ഇത്ര ഉള്ളായിരുന്നു.
അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്ന് എന്തായാലും അടൂർ വരെ പോയി അടൂരൊന്ന് കണ്ട്, അതല്ലാതെ വേറെ ഗുണമൊന്നും ഞങ്ങൾക്കുണ്ടായില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇതാണ് എനിക്ക് അവിടെ നിന്നുണ്ടായൊരു അനുഭവം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.